ചകിരി എടുത്ത് മടിയിൽ വെച്ച്. ആലപ്പുഴ ജില്ല കയർ ഉൽപ്പന്നങ്ങളുടെയൊക്കെ ജില്ലയാ. പക്ഷെ നമുക്കറിയാവോ ഇതെങ്ങനെയാ കയർ ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കുന്നതെന്ന്? കാണാം. ശരി, ഇത് എങ്ങനെ കിട്ടുന്നതാ? അത് തൊണ്ടുവല്ലുന്ന മെഷീൻ ആണ്. ചെറിയ അതിന്റെ മോഡൽ അതിനകത്ത് തള്ളിയിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ചകിരി ആയി കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ ഇത് ഞങ്ങൾ കുടഞ്ഞ് അടുക്കി ഇങ്ങനെ കയറാക്കും. ഈ കയർ കൊണ്ടാണ് നമ്മൾ അവത്തേലോട്ട് ശരിയാക്കി. ഇലക്ട്രോണിക് റാഡാണ്. കോറിഡോർ മാറ്റ്, കമ്പി കാർപ്പറ്റ് നിർമ്മിക്കുന്നത് ഇങ്ങനെയാണ്. കമ്പി വെച്ചിട്ട് കമ്പി ഇങ്ങനെ ഫിക്സ് ചെയ്ത കമ്പിയിൽ നെയ്തെടുക്കുന്നോണ്ടായിരിക്കാം കമ്പി കാർപ്പറ്റ് അല്ലേ? അപ്പോ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ടീച്ചർ പറയുന്നതായിരിക്കും. ഇത് കമ്പി കാർപ്പറ്റ് എന്നാണ് കോമൺലി പറയുന്നത്. ഇതിന് നമ്മൾ കോറിഡോർ മാറ്റ്സ് എന്നാണ് പറയാ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒത്തിരി സ്പേസ് വേണ്ട. ഇങ്ങനെയുള്ള നമ്മുടെ സാധാരണ കയർ മേഖലയിലുള്ള മാറ്റുകളൊക്കെ നെയ്യാൻ വേണ്ടി നമുക്ക് ഭയങ്കര സ്പേസ് വേണം. പക്ഷെ ഇങ്ങനെയുള്ള മാറ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് സ്പേസിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതിൽ നമ്മൾ ആദ്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബോർഡായിരിക്കും നമുക്ക് ഉണ്ടാകുക. അതിലോട്ട് നമ്മൾ കമ്പികൾ കോർത്തിട്ടിട്ട് അതിലോട്ട് നമ്മൾ കയർ ഫിക്സ് ചെയ്ത് കൊടുക്കും. കയർ നമ്മൾ എങ്ങനെയാണോ ഇത് ഈ ഒരു ഷേപ്പിൽ സിക്സാഗ് പോലെ നമ്മൾ അതിനകത്തോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പർട്ടിക്കുലർ നമുക്ക് കിട്ടേണ്ട പാറ്റേൺ കിട്ടിക്കഴിയുമ്പോഴത്തേനും നമ്മളതെടുത്ത് പ്രസ് ചെയ്ത് അതുവരെ നമുക്ക് ഈ കമ്പി വർക്ക് ചെയ്യുന്നത് വാർപ്പായിട്ടാണ്. സോ അത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ കമ്പി ഉരുട്ട് അതിലോട്ട് കയറി ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് അത് ഫിനിഷ് ചെയ്യുന്നത്. ഇതിന്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. ഇതാണ് ഇതിന്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. എൻ്റെ പേര് ലാൽജി എന്നാണ്. ഞാൻ കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷനിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നു. ശരിക്കും ഇത് ലവേഴ്സ് നോട്ട് എന്ന് പറയും. ലവേഴ്സ് നോട്ട് എന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ യൂറോപ്യന്മാർ പണ്ട് അവരുടെ പ്രണയം ആരംഭിക്കുന്ന സമയത്ത് അവര് ഈ ഇതുപോലത്തെ റോപ്പല്ല, ചെറിയ എന്താ പറയുക കോട്ടൺ തന്നെ കോഡില്ല ഈ അത് വെച്ചിട്ട് കുറെ നോട്ടുകൾ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ബ്രേസ്ലെറ്റ് ആയിട്ടും മോതിരമായിട്ടൊക്കെ ഉണ്ടാക്കി അവര് പരസ്പരം അണിയിക്കും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഒറ്റ റോപ്പ് കൊണ്ട് ചെയ്യുന്ന റോപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഇതിപ്പോ ഒറ്റയല്ല. ഇതിനകത്ത് ഈ കാണുന്നത് എക്സ്ട്രാ കൊടുത്തതാണ്. ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ടെണ്ണം വെച്ച് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ അതിന്റെ അപ്പുറത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഒരെണ്ണം കൂടി വരും. ഇങ്ങനെ വരും. അതിന്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ രണ്ട് പ്ലെയിൻ വെളിയിൽ ഡിസൈൻ. ഇത് കണ്ടിന്യൂസ് ലെങ്ത്തിൽ ഇങ്ങനെ പോകുന്ന ഇത് ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ജോയിൻ എവിടെ തുടങ്ങുന്നത് എവിടെ തീരുന്നുണ്ട്. ഇതിന്റെ പേര് ലവേഴ്സ് നോട്ട് അല്ലെ? ലവേഴ്സ് നോട്ട് മാറ്റ് അല്ല, ഇതെന്താ മാറ്റ് തന്നെ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒറ്റ കയറിലാണ് ഇത് നെയ്തെടുക്കുന്നത്. ഒറ്റ റോപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ആ റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു പോലും നമുക്ക് ചിലപ്പോ ഈ മാറ്റ് കണ്ടാൽ മനസ്സിലാക്കില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതാണ് ലവേഴ്സ് നോട്ട് മാറ്റ്. ഇതിന്റെ നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്ന് പോലും മനസ്സിലാക്കില്ല. ഇത് എന്ത് ടൈപ്പ് മാറ്റാണ്? മെഷ് മാറ്റ് അല്ലെങ്കിൽ കുത്തുതടുക്ക് എന്ന് പറയും. കുത്തുതടുക്ക് സൂചി കൊണ്ട് തയ്ക്കുന്നില്ലേ, അതാണ് തയ്ക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പൊ സൈസ് എന്ന് പറയുന്നത് 16-30, 16 ഇഞ്ച് വീതി, 30 ഇഞ്ച് നീളം. ഇതിൽ നമുക്ക് വലിയ സൈസുകളുണ്ട്. ഇതിൽ നമ്മൾ ഈ ഫ്രെയിമാണ് ഇതിന്റെ മെയിൻ ആയിട്ട്. ഈ ഫ്രെയിം അല്ലെ? ഇതിനകത്ത് നിറയെ ആണികൾ അല്ലേ? അല്ലേ? ഇതാണ് ഇതിന്റെ ആദ്യ രൂപം അല്ലേ? ഇതിൽ നമുക്ക് ഏതും മാറ്റിന്റെ സൈസിനനുസരിച്ചിട്ടാണ് ഈ ആണിയൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇത് അതിന് 4 ലെയറായിട്ട് ഓടിക്കും. 4 ലെയറായിട്ട് ഈ ആദ്യം ഇങ്ങനെ ഓടിക്കും, പിന്നെ ആദ്യം വെർട്ടിക്കലായിട്ട് ഇതിന് പുറത്തോട്ട്, പിന്നെ നമ്മൾ അങ്ങനെയാണ് ഇത് ഓടിക്കുന്നത്. ഇത് എന്നിട്ട് അത്രയും ടൈറ്റ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്കൊരു മീഡിയം സൈസിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് തയ്ക്കുന്ന ലൂസ് സൈസ് മീഡിയം സൈസിലേക്ക്. പിന്നെ നമ്മൾ വേറെ നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയമായിട്ടൊക്കെ ചെയ്യുന്ന ഏറ്റവും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാവുന്നത്. ഓട്ടോമാറ്റിക് സ്പിൻ മെഷീൻ. ഇത് 5 കയറാണ്.
ഇത് 5 അംഗ പേരാണ്. നമ്മൾ അത് വെച്ച് പാവ ഓടിയിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ നോട്ടെല്ലാം ഇടുന്നത്. ഇത് സ്പെഷ്യൽ നോട്ടാണ്. ഇതിനകത്ത് നമ്മള് ആദ്യം ഈ ആണിയില് നമ്മുടെ ചൂടിക്കയറ് വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നോട്ട് ഇടുക. സ്പെഷ്യൽ നോട്ടാണ്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നോട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമ്മുടെ ഫ്രണ്ട് പോർഷൻ പോർഷനിൽ ഈ ഒരു രീതിയിലും ബാക്ക് പോർഷനിലുണ്ട് ക്രോസ് പോലെ ആയിരിക്കും. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ നോട്ടാ. അപ്പൊ അത് വ്യത്യസ്ത കളറിൽ ചെയ്യുന്നതുകൊണ്ട് അത് നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇവിടെ ചിലപ്പോ ഇവിടെ ആൾക്കാർ പേരൊക്കെ എഴുതാം. നമുക്ക് ഇഷ്ടമുള്ള ഇതിപ്പോ നമ്മള് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് തയ്ച്ച് കാണിക്കണം. നമുക്ക് എന്ത് ഡിസൈൻ വേണോ ആ ഡിസൈൻ നമുക്ക് ഇവിടെ നമുക്ക് വെൽക്കം എന്നോ പിന്നെ ഹലോ എന്നൊക്കെ എഴുതാൻ ഇത് നമുക്ക് ഉപകരിക്കും. കാണുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ചവിട്ടിയൊക്കെ കാര്യമായിട്ട് ആൾക്കാർ അതിന്റെ പിറകിൽ എങ്ങനെ അതിന്റെ വർക്കൊന്നും നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും പ്രയത്നിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലുള്ള ഇതുപോലുള്ള ഹാൻഡിക്രാഫ്റ്റും അതുപോലുള്ള വ്യവസായങ്ങളൊക്കെ നമ്മൾ കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അത്യാവശ്യമാണ്. കാരണം വെച്ചാൽ അത് അവരുടെ സിലബസിന്റെ കൂടെ ഉൾപ്പെടുത്തുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. ഇതുപോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ചെയ്യുന്നത് അത് അവർക്ക് ഭാവിയിൽ ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ്.